വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് അതിനെ ഒരു സബ്ജക്റ്റ് എന്ന് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിനപ്പുറത്തൊരു മെസ്സേജ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, വേദപുസ്തകം ആഴമായി പഠിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചും ക്രിസ്തുവിൽ ജീവിക്കുന്ന ആ വെളിപ്പാടിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചും ഇതിനപ്പുറത്തൊരു മെസ്സേജ് ആ വ്യക്തിക്ക് പറയാനില്ല. ആ നിലകളിൽ കർത്താവ് ഇടപെട്ട വളരെ ആഴമേറിയ ഒരു സന്ദേശത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുന്നത്. കാരണം ഇന്നത്തെ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി കേൾക്കാൻ പോകുന്നവരും ഞാൻ നിങ്ങളോട് വളരെ ഹംബിളായി റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സത്യം, ദയവായി നിങ്ങൾ വളരെയധികം ആത്മാവിൽ പ്രാർത്ഥിച്ച്, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ച്, സ്തോത്രത്തോടുകൂടെ വേണം ഈ മെസ്സേജ് കേൾക്കാൻ. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കഥയല്ല, ഞാൻ പറയാൻ പോകുന്നത് ഏതോ ഒരു ചരിത്രമല്ല, കേവലം ഒരു ചരിത്രമല്ല. ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് പണ്ട് ഒരാളുണ്ടായിരുന്നു എന്നല്ല. ഞാൻ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകുന്നത് എൻ്റെ സകലവുമായ, എൻ്റെ സർവവുമായ, എൻ്റെ സർവസ്വവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഒരു സംഭവം നമ്മൾ കാണുന്നു. ആക്ട്സ് ചാപ്റ്റർ 9 വേർഡ് 5. 9-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ശൗൽ എന്ന് പറയുന്ന മനുഷ്യൻ വാഹനമൃഗത്തിൽ നിന്ന് നിലത്തു വീണ് കിടന്നുകൊണ്ട് സൂര്യനെ വെല്ലുന്ന പ്രകാശത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് പറഞ്ഞു. നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ എന്ന് യേശു പറഞ്ഞു. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള സാക്ഷ്യത്തിൽ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ജീവിത ചരിത്രത്തിൽ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള ശുശ്രൂഷയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ്, തൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവ് നടന്ന ഒരു വഴിയാത്രയായിരുന്നു ഈ സംഭവം. അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായത്തിൽ പൗലോസ് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കപ്പെടുകയാണ്. എന്തായിരുന്നു താൻ, ആരായിരുന്നു താൻ, എന്തായിരുന്നു തനിക്കുണ്ടായ അനുഭവം? ദൈവസഭയ്ക്ക് വിരോധമായി പ്രവർത്തിച്ച ശൗൽ എന്ന മനുഷ്യൻ, നിങ്ങൾക്കറിയുമോ ഈ തറയെ കിടക്കുന്ന ആരാന്ന്? സൂര്യനെ വെല്ലും പ്രകാശകിരണങ്ങൾ, ആ പ്രഭാകിരണങ്ങളേറ്റ് തറയിൽ വീണ് കിടക്കുന്ന ആയുധം വെച്ച് കീഴടങ്ങിയ ഈ മതതീവ്രവാദി ആരാന്നറിയാമോ? തർസോസുകാരനായ ശൗൽ. മതതീവ്രവാദിയായ തർസോസുകാരനായ ശൗൽ, ഉന്നത കുലജാതൻ, സർവകലാശാല ബിരുദധാരി, വമ്പൻ താർക്കികൻ, ഇങ്ങനെ വിവിധ നിലകളിൽ പദവികൾ അലങ്കരിച്ചത് മാത്രമല്ല, താൻ തന്നെ വെളിപ്പെടുത്തുന്നു. ഫിലിപ്പിയർ 3:5-6 വാക്യങ്ങളിൽ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എന്നാൽ നിങ്ങൾ തിരിച്ചറിയുക, ഇത്ര ശക്തനായ മനുഷ്യനെയാണ്, ഇത്ര പരാക്രമശാലിയായ മനുഷ്യനെയാണ്, ഈ വലിയ ബിരുദധാരിയാണ്, ഈ വലിയ കുടുംബക്കാരനെയാണ്, ഈ വലിയ പ്രമാണിയാണ് തച്ചന്റെ മകൻ പരാജയപ്പെടുത്തി താഴെയിട്ടിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലത്ത് കിടന്നുകൊണ്ട് ഈ പരാക്രമശാലി, നിലത്ത് കിടന്നുകൊണ്ട് ഈ വൻപൻ താർക്കികൻ, നിലത്ത് കിടന്നുകൊണ്ട് ഈ ശക്തനായ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ശൗൽ ചോദിക്കുന്നു, Who you are Lord? നീ ആരാകുന്നു കർത്താവേ? എന്റെ ബിരുദങ്ങൾക്കും എന്റെ കഴിവുകൾക്കും ഞാനേറ്റ പരിച്ഛാദനകൾക്കും എന്റെ ബെന്യാമീൻ ഗോത്രങ്ങൾക്കും എന്റെ ശുഷ്കാന്തികൾക്കും എന്റെ കഴിവുകൾക്കും തൻ്റെ ഇടത്തിനും ഒന്നും സ്തോത്രം പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഈ ശക്തി ഏതാണ്? Who you are? I can't stand before you. എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല, എനിക്ക് നിന്നെ നോക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് നിന്റെ പ്രഭാ കിരണങ്ങളുടെ മുൻപിൽ, ആ പ്രകാശത്തിന്റെ മുൻപിൽ എനിക്ക് കണ്ണ് കാണാൻ പറ്റുന്നില്ല.
who you are, Lord, who you are. മുപ്പത്തിമൂന്നര വയസ്സ് ഈ ഭൂമിയിൽ ജനിച്ചവൻ. ഉത്തരം ഞാൻ പറയാം. പൗലോസ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. ഹൂ യു ആർ ലോർഡ്. 33.5 വർഷം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചവൻ. 150 കിലോമീറ്ററുകളിൽ കൂടുതൽ ആ കാലഘട്ടത്തിൽ യാത്ര ചെയ്യാത്തവൻ. യൂണിവേഴ്സിറ്റി ബിരുദങ്ങളോ സർട്ടിഫിക്കറ്റുകളോ കയ്യിലില്ലാത്തവൻ. എന്നാൽ ഇന്ന് ലോകത്തിന്റെ 5 വൻകരകളിലും സമസ്ത പ്രായക്കാരും അറിയുന്ന നാമം, 2000-ലധികം തലമുറകൾ ആരാധിക്കുന്ന നാമം, ഏക സത്യനാമം, ഏക സത്യദൈവം, ഏക വിശുദ്ധ ദൈവം, മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ഏകനായ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടുവാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള, മാറത്ത് പൊൻകച്ച കെട്ടിയ, വെള്ളോട്ടിന് സദൃശമായ കാലുകളുള്ള, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുയർത്തി ന്യായം വിധിക്കുന്ന, 7 പൊന്നില വിളക്കുകളുടെ നടുവിൽ ഉലാവുന്ന സർവശക്തനായ ദൈവം. His name is Jesus. Amen. He is Jesus. The message for today is not just a topic, but this is a deep revelation, and this is actually the quintessence of the whole gospel. I am talking here about the greatest man ever lived on the face of the earth. Acts chapter 9 verse 5, we read the Damascus road experience of Apostle Paul, and he said, "Who are you, O Lord?" And the Lord said, "I am Jesus whom you are persecuting." It is hard for you to kick against the gods. This was the experience of Paul. This is not just a story, this is not just a fable, this is a real life experience that happened in the life of a great man. And that was a turning point of the Saul of Tarsus as he was moving to Damascus to persecute the church. As he was moving forward, he was unstoppable. No one could ever stop him. He was a great man. As we read Philippians 3:5 following, he was circumcised on the 8th day of the nation of Israel, of the tribe of Benjamin, Hebrew born out of Hebrews, as to the law a Pharisee, as to zeal a persecutor of the church, as to righteousness which is in the law he was found blameless. Such a man who was moving so unstoppable to persecute the church, he was struck down by the brilliance of the carpenter's son who lived on the face of the earth. And he was on the ground. He was on top of the street, but now he's on the ground, and he is looking up. He didn't know what happened. He thought that no one could ever stop him, but the Lord thought, I should stop him. He came down with sheer brilliance. The Lord was able to stop the Saul of Tarsus, and as he was lying down, he was looking up at heaven. He was asking this question which we read just now, and he said, and this man was just the son of a carpenter who just stopped the Saul of Tarsus. And who is this man? Who is Jesus? He just lived only 33.5 years. Who is this Jesus? He did not even move away 150 kilometers from the birthplace. Who is this Jesus? No one can ever stop Jesus. He is such a brilliance of God. He is the center of attraction of the whole universe. Who is Jesus? He is the one who is venerated, who is worshipped for the past 2000 years. Such a great God, immutable majesty. That is Jesus Christ. Who is he? Amen. Who is Jesus? Jesus Christ is the bread of life. So the beggars can understand. Jesus Christ is the water of life. So the plumbers can understand. Jesus Christ is the light of the world. So the electricians can understand. Jesus Christ is the cornerstone. So the architects can understand. Jesus Christ is the Son of righteousness, so the astronomer can understand. Jesus Christ is the hidden treasure, so that the bankers can understand. Jesus Christ is the life, so the biologist can understand. Jesus Christ is the great physician, so the doctors and nurses
can understand. Jesus Christ is the good teacher, so the educators can understand. Jesus Christ is the light of the valley, so the flowers can understand. Jesus is the rock of ages, so that the geologists can understand. Jesus is the true wine, so that the horticulturists can understand. Jesus is the righteous one, so that the judges can understand. Jesus is the pearl of great price, so that the jewelers can understand. Jesus is the wisdom, so that the philosophers can understand. Jesus is the good shepherd, so that the farmers can understand. Jesus is the Alpha and the Omega, so the scientists can understand. Jesus is the King of Kings, so the royalty people can understand. My God is the King of Kings, Pastor. യേശുക്രിസ്തുവിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഒരു പാചകക്കാരന് മനസ്സിലാകും വിധം യേശുക്രിസ്തു ജീവന്റെ അപ്പമാണ്. ഒരു പ്ലംബർക്ക് ഗ്രഹിക്കുവാൻ കഴിയും വിധം യേശുക്രിസ്തു ജീവജലമാണ്. ആമേൻ. ഒരു ഇലക്ട്രീഷ്യന് മനസ്സിലാകും വിധം യേശുക്രിസ്തു ലോകത്തിന്റെ വെളിച്ചമാണ്. ആമേൻ. ഒരു വാസ്തുശില്പിക്ക് വെളിവാകും വിധം യേശുക്രിസ്തു മൂലക്കല്ലാണ്. ഒരു ജ്യോതിശാസ്ത്രജ്ഞന് നിരീക്ഷിച്ചറിയുവാൻ കഴിയും വിധം യേശുക്രിസ്തു നീതി സൂര്യനാണ്. ആമേൻ. ഒരു ബാങ്ക് നടത്തിപ്പുകാരന് മനസ്സിലാക്കുവാൻ കഴിയും വിധം യേശുക്രിസ്തു മറഞ്ഞിരിക്കുന്ന നിധിയാണ്. ആമേൻ. ഒരു ജീവശാസ്ത്രജ്ഞന് ബോധ്യപ്പെടും വിധം യേശുക്രിസ്തു ജീവനാണ്. ആമേൻ. ഒരു ഡോക്ടർക്കോ നഴ്സിനോ തിരിച്ചറിയത്തക്ക പോലെ യേശുക്രിസ്തു മഹാവൈദ്യനാണ്. ആമേൻ. ഒരു അധ്യാപകന് സ്പഷ്ടമാകും വിധം യേശുക്രിസ്തു നല്ല ഗുരുവാണ്. ആമേൻ. സ്തോത്രം. ഒരു പൂക്കാരനെ തിരിച്ചറിയും വിധം യേശുക്രിസ്തു താഴ്വരയിലെ താമരപ്പൂവാണ്. ആമേൻ. ഒരു ഭൂമി ശാസ്ത്രജ്ഞന് വിവേചിച്ചറിയുവാൻ കഴിയും വിധം യേശുക്രിസ്തു ശാശ്വത പാറയാണ്. ആമേൻ. ഒരു ഉദ്യാന പാലകന് വ്യക്തമാകും വിധം യേശുക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയാണ്. ഒരു ന്യായാധിപന് വിവേചിച്ചറിയുവാൻ കഴിയും വിധം യേശുക്രിസ്തു നീതിമാനാണ്. ഒരു രത്ന വ്യാപാരിക്ക് മനസ്സിലാക്കുവാൻ മതിയാകും വിധം യേശുക്രിസ്തു വിലയേറിയ മുത്താണ്. ആമേൻ. സ്തോത്രം. ഒരു തത്വജ്ഞാനിച്ച് ആരാഞ്ഞറിയുവാൻ കഴിയാം വിധം യേശുക്രിസ്തു ജ്ഞാനമാണ്. ആമേൻ. സ്തോത്രം. ഒരു കർഷകന് മനസ്സിലാകും വിധം യേശുക്രിസ്തു നല്ല ഇടയനാണ്. സ്തോത്രം. ഒരു ശാസ്ത്രജ്ഞന് ബോധ്യമാകും വിധം യേശുക്രിസ്തു ആൽഫയും ഒമേഗയുമാണ്. അവൻ രാജാക്കന്മാരുടെ രാജാവാണ്. അവൻ നേതാക്കന്മാരുടെ നേതാവാണ്. അവനൊപ്പം പറയാൻ ഒരാളുമില്ല. അവനെ പോൽ ആരാധ്യൻ ആരുമില്ല. Who is Jesus? Who is he? നീ ആരാകുന്നു കർത്താവേ? പൗലോസ് ചോദിക്കുന്നു, നീ ആരാകുന്നു കർത്താവേ? Who you are? ഇത് വെളിപ്പെടുത്തി തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. Pastor, who is Holy Spirit? The Holy Spirit is Jesus Unlimited. ആരാ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ? The Holy Spirit, എഴുതിക്കോ, the Holy Spirit is Jesus Unlimited. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ശുശ്രൂഷിക്കുന്ന സമയത്ത്, തൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിൽ വന്ന സമയങ്ങളിൽ, താനായിരുന്ന സമയങ്ങളിൽ തനിക്കൊത്തിരി പരിമിതികളും ഉണ്ടായിരുന്നു. യേശു നയനിൽ നിൽക്കുമ്പോൾ നയനിൽ അത്ഭുതം നടക്കും. ബഥാനിയിൽ അത്ഭുതം നടക്കണമെങ്കിൽ യേശു ബഥാനിയിൽ വരണമായിരുന്നു. യേശു കബർന്നഹോമിൽ നിൽക്കുമ്പോൾ കബർന്നഹോമിൽ സൗഖ്യങ്ങൾ ഉണ്ടാകും. എന്നാൽ യേശു ഗലീലയിൽ വരാതെ ഗലീലയിലുള്ളവർക്ക് അവന്റെ ശബ്ദം കേൾക്കുവാനും അവന്റെ പ്രവൃത്തി അനുഭവിപ്പാനും കഴിഞ്ഞില്ല. യേശു വേഷത്തിൽ മനുഷ്യനായി ദൈവമായി ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന സമയത്ത് അവൻ എവിടെ നിൽക്കുന്നുവോ അവിടെ അത്ഭുതം. ഏത് വീട്ടിൽ വരുന്നുവോ അവിടെ അത്ഭുതം. ഏത് വ്യക്തി അവന്റെ അരികിൽ വരുന്നുവോ, അവനിൽ വിശ്വസിക്കുന്നുവോ, അവന്റെ വസ്ത്രാഗ്രം തൊടുന്നുവോ അവർക്ക് അത്ഭുതം. പക്ഷേ ഇന്ന് അവൻ ആത്മാവിലാണ്. അന്ന് യേശുവിന് പരിധികൾ ഉണ്ടായിരുന്നു, അന്ന് യേശുവിന് പരിമിതികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അവന്റെ ആത്മാവ് ഈ ഭൂമിയിൽ നിൽക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പരിശുദ്ധാത്മാവിനെ കാണുന്നത് പരിമിതികളില്ലാത്ത യേശുവായിട്ടാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ കാണുന്നത് പരിധികളില്ലാത്ത യേശുവായിട്ടാണ്. ഞാൻ പരിശുദ്ധാത്മാവിനെ കാണുന്നത് പരിമിതികളില്ലാത്ത ക്രിസ്തുവായിട്ടാണ്. ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ, ഈ ആലയത്തിൽ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിലായിരിക്കുമ്പോൾ പരിമിതികളില്ലാത്ത യേശു ക്രിസ്തുവായ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കടന്നു വരികയാണ്.
Who is Holy Spirit? Holy Spirit, as the pastor said, Holy Spirit is Jesus unlimited. Jesus was, as he was on the face of the earth, he was moving from place to place, and as a human being, he had such a small limitation of time and space. He could not work he could only work in a limited span. He was bound by time and space. But today, Jesus Christ is in the Spirit, and you know, Jesus Christ, as he is in the Spirit, there is no boundaries, there is no limitation. He can work at any point of time, anywhere. As you are seeing this message, as you are hearing this message, the Lord can work in your home, the Lord can work back in your workplace, the Lord can work anywhere, as he is not limited by time and space. He is moving so freely in the Spirit. എൻ്റെ എല്ലാ കാലത്തെയും പ്രാർത്ഥന, ഈ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, പിതാവേ, അവിടുത്തെ പുത്രനെ യേശു ക്രിസ്തുവിനെ ഈ തലമുറയ്ക്കൊന്ന് വെളിപ്പെടുത്തി കൊടുക്കണേ. വാസ്തവത്തിൽ എല്ലാവർക്കും യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. യേശു ക്രിസ്തുവിനെ അറിയേണ്ടവണ്ണം എല്ലാവരും അറിഞ്ഞിട്ടില്ല. ശൗൽ ചോദിച്ചതുപോലെ ഇന്നും പലരും ചിന്തിക്കുന്നുണ്ട്, ഹൂ യു ആർ ലോർഡ്. നിങ്ങളുടെ മനസ്സിന് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ, സംശയിപ്പിക്കുമ്പോൾ, ആകുലതകൾ കടന്നു വരുമ്പോൾ, വിഷയങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ, ചില പ്രഷറുകൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ, ചില പൈശാചിക പോരാട്ടങ്ങളിൽ നിങ്ങൾ അകപ്പെടുമ്പോൾ, നിങ്ങളും ചിന്തിച്ചു പോകുന്നു, യേശുവേ, അങ്ങ് ജീവിക്കുന്നുവെങ്കിൽ എന്താ എനിക്കായി പ്രവർത്തിക്കാതെ? Where are you, Lord? Who you are? Hallelujah. എന്നാൽ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ പിതാവായ ദൈവമേ, പരിശുദ്ധ ആത്മാവേ, യേശു ക്രിസ്തുവിനെ ഈ തലമുറയ്ക്ക് വെളിപ്പെടുത്തി കൊടുക്കണമേ. പരിശുദ്ധാത്മാ, വാ തുറന്ന് പറഞ്ഞേ, പരിശുദ്ധാത്മാവേ, യേശു ക്രിസ്തുവിനെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. വെളിപ്പെടേണ്ടവണ്ണം വെളിപ്പെടുത്തി തരണമേ. എന്റെ സംശയങ്ങൾ, എന്റെ കൺഫ്യൂഷനുകൾ, എന്റെ ആശയക്കുഴപ്പങ്ങൾ എന്നിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കണമേ. പിശാച് എന്റെ ഉള്ളിൽ വിതച്ചിരിക്കുന്ന എല്ലാ കളകളും യേശുവിന്റെ കഴുകി മാറ്റപ്പെടണമേ. എന്റെ ആത്മാവിനെ, എന്റെ ചിന്തയെ, എന്റെ ശരീരത്തെ ഞാൻ യേശുവിന് നൽകുന്നു. എന്റെ ആത്മാവിനെ, എന്റെ ശരീരത്തെ, എന്റെ വികാരങ്ങളെ, എന്റെ മനോവികാരങ്ങളെ, എന്റെ പ്രാണനെ, എന്റെ ആത്മാവിനെ യേശുവിന് നൽകുന്നു. പരിശുദ്ധാത്മാവേ, യേശുവിനെ എനിക്ക് വെളിപ്പെടുത്തണമേ. ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥന ഇതായിരിക്കണം. ഒരു ശുശ്രൂഷകന്റെ പ്രാർത്ഥന ഇതായിരിക്കണം. നിങ്ങൾ വർഷിപ്പ് ചെയ്യുന്ന വേദികളിൽ, നിങ്ങൾ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിൽ, പോകുന്ന മീറ്റിങ്ങുകളിൽ പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കേണ്ട അതിപ്രധാനപ്പെട്ട പ്രാർത്ഥനയാണ്, യേശുവേ, ഞാൻ ഇന്ന് ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന നിമിത്തം, ഞാൻ ഇന്ന് വചനം പ്രസംഗിക്കുന്നത് നിമിത്തം, ഞാൻ ഇന്ന് അങ്ങയുടെ വേല ഇവിടെ ചെയ്യുന്നത് നിമിത്തം, ആരൊക്കെ എന്നെ കാണുന്നോ, ആരൊക്കെ എന്നെ കേൾക്കുന്നോ, ആരൊക്കെ എൻ്റെ അരികിൽ വരുന്നോ, ആരൊക്കെ ഞാൻ കൈ കൊടുക്കുന്നോ, അവർക്കെല്ലാം യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കണമേ. ഹല്ലേലൂയ. ഇതല്ലേ പൗലോസ് പ്രാർത്ഥിച്ചത്? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച മനുഷ്യൻ എഫേസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 17, 18, 19 എഴുതിയിരിക്കുന്നു, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഞാൻ ഓർത്തുകൊള്ളുന്നു. എഫെസോസിലെ സഭയോട് പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട്, ബൈബിൾ പറയുന്നു, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ നിങ്ങളിൽ തരേണ്ടതിന് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാട് നമുക്ക് തരുന്നത് ആത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. Christianity is not a religion. Christianity is the relationship. Christianity is not a religion, my brothers and sisters. Christianity is the revelation about Lord Jesus Christ. Hallelujah. Who is the revealer? Revealer is Holy Spirit. Father said it, Jesus did it, Holy Spirit revealed it. Hallelujah. Holy Spirit is the very good teacher. He is the very good professor, but he will teach only one subject. That subject is about
about Jesus Christ, He will reveal only one person. That person is Jesus Christ. Hallelujah. There is only one name to receive the salvation. That name is Jesus Christ. There is only one name, a mediator. Hallelujah. That mediator name is Jesus Christ. I am not preaching about the salvation, but I am preaching the Savior. Hallelujah. Hallelujah. ഞാൻ ഇന്ന് പകൽ രക്ഷയെ കുറിച്ചല്ല പ്രസംഗിക്കുന്നത്, രക്ഷകനെ കുറിച്ചാണ്. രക്ഷകനെ കുറിച്ച് പ്രസംഗിക്കുന്നിടത്ത് രക്ഷ വെളിപ്പെടും. ഇന്ന് പകൽ ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് എന്തോ വചനമല്ല, ഞാൻ ഇന്ന് പ്രസംഗിക്കുന്നത് യഥാർത്ഥ വചനമായവനെയാണ്. ആ വചനം വെളിപ്പെടുന്നിടത്ത് അവന്റെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നു. പാതാള ഗോപുരങ്ങൾ വിറയ്ക്കുന്നു ആ നാമത്തിന്റെ മുൻപിൽ. പൈശാചിക മണ്ഡലങ്ങൾ വിറയ്ക്കുന്നു ആ നാമത്തിന്റെ മുൻപിൽ. ഒരു കൊച്ചു കുഞ്ഞ് എഴുന്നേറ്റ് നിന്ന് യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് പോടാ എന്ന് പറഞ്ഞാലും പിശാചിന് പോയേ പറ്റത്തുള്ളൂ. കാരണം ആ പറയുന്ന വ്യക്തിയിലല്ല, ആ നാമത്തിന്റെ ശക്തിയിലാണ്. It's always my prayer that wherever Jesus is being preached, the Lord should reveal through the Holy Spirit to all those hearers who is Jesus. And that's the continuous prayer that's happening. And it should be the prayer of all the preachers, all the evangelists, all the worship leaders, all the ministers. Wherever they go, they should stand on a platform. Even while they are preparing for that ministry, they should pray that, Lord, to all the people to whom I minister, the Lord should open their hearts through the enlightenment of the Holy Spirit to reveal who is Jesus, the saving knowledge of Jesus, who the Savior is. That's what we find. This was the question which was asked by Paul to Lord Jesus Christ, who are you? And this is the question throughout the generations of all the people who underwent different difficult situations in their life. They are asking, Lord, who are you? Lord, where are you? And it should be our prayer in this generation in which we minister. Lord Jesus Christ should be properly revealed. And this same prayer was prayed by Paul in Ephesians chapter 1 verse 17 to 19, where Paul is praying for the believers in Ephesus so that their hearts should be enlightened by the Holy Spirit to understand the depth of Jesus Christ, their Savior. So Father said it, Jesus Christ did it, and Holy Spirit revealed it. Christianity is not a religion, it's not a philosophy, it is a relationship with Jesus Christ. It is a revelation that comes through the illumination of the Holy Spirit. So here, as the dear pastor said, we are not preaching a religion, we are giving you a revelation. We are not preaching a salvation, we are preaching the Savior. And it is on this name that the gates of the Hades shudder, and it's on this name, due to this name, millions are saved and are coming to the saving knowledge. And this is the name which is above all names. Even if a little child stands on a platform and rebukes Satan, Satan has to leave. That is the power of name of Jesus Christ. ശൗൽ ചോദിച്ച ഈ ചോദ്യം, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ ചോദ്യം, യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പരീശന്മാരോട് ചോദിച്ചിട്ടുണ്ട്, തന്റെ ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 41-42 വചനങ്ങൾ വായിക്കുമ്പോൾ ഒരു കൂട്ടം പരീശന്മാരോട് യേശു കർത്താവ് ചോദിച്ചു. അവരൊന്നിച്ച് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. പരീശന്മാരോട് ചോദിച്ചു, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു? പരീശന്മാർ ചോദിക്കുന്നത് ദൈവപുത്രനാണെന്ന് അവർക്കറിയില്ലെങ്കിലും, ചോദിച്ചത് ആള് തന്നെയാണ് അതിന്റെ ഉത്തരമെന്ന് അവർക്ക് മനസ്സിലായില്ലെങ്കിലും, അവർ തോറായിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന്, തിരുവെഴുത്തുകളിൽ നിന്ന് ഹൃദയസ്ഥമാക്കിയ, പഠിച്ച, തിരിച്ചറിഞ്ഞൊരു സത്യം അവർ വിളിച്ചു പറഞ്ഞു. അവൻ ദാവീദിന്റെ ഗോത്രത്തിൽ നിന്ന് വരുന്ന ദാവീദ് പുത്രനാണ്. ഈ വെളിപ്പാടാണ്. പരീശന്മാർക്ക് ഇതൊരു അറിവായിരുന്നു. പക്ഷെ തിമായിയുടെ മകനായ ബർത്തിമായിയെ സംബന്ധിച്ച് അവൻ അതൊരു അറിവായിരുന്നില്ല, അവൻ അതൊരു വെളിപ്പാടായിരുന്നു. അതുകൊണ്ടാണ് അവൻ നിലവിളിച്ചത്, ദാവീദ് പുത്രാ, യേശുവേ എന്നോട് കരുണയുണ്ടാകണമേ. David's son Jesus, mercy for me. പുരുഷാരം
തിമായിയുടെ മകനായ ബർത്തിമായോട് പറഞ്ഞു കൊടുത്തു, ആ പോകുന്നത് നസ്രയനായ യേശുവാണ്. വഴിയരികിൽ ഇരുന്നു കൊണ്ടിരുന്ന തിമായിയുടെ മകനായ ബർത്തിമായി, ഭിക്ഷക്കാരനായ മനുഷ്യൻ, വലിയ ആരവാരവും ബഹളവും കേട്ടപ്പോൾ, കാണാൻ മേലാലോ, കേട്ടപ്പോൾ അവൻ അവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചു, എന്തുവാ വലിയ ബഹളം, എന്താ വലിയ ആരവാരം, ആരാ ഇതുവഴി പോകുന്നേ? ഉടനെ പുരുഷാരം പറഞ്ഞു കൊടുത്തു, നസ്രയനായ യേശു ഈ വഴിയിലൂടെ കടന്നു പോകുന്നു. പക്ഷേ ആ മനുഷ്യൻ വിളിച്ചത് നസ്രയനായ യേശുവെ എന്നല്ല. ഒരു കർത്തൃദാസൻ പറഞ്ഞതുപോലെ ചൊല്ലിക്കൊടുത്തത് ഏറ്റു ചൊല്ലുകയല്ല അവൻ ചെയ്തത്. അവൻ എന്താ വിളിച്ചെന്നറിയാവോ? ദാവീദ് പുത്ര യേശുവേ, എന്നോട് കരുണയുണ്ടാകണമേ. ആ വിളി ഒരു അറിവിൽ നിന്നല്ല, കാതിൽ പറഞ്ഞു കൊടുത്ത അറിവുകളിൽ നിന്നല്ല, ആ വിളി ചങ്കിനകത്തുനിന്ന് വെളിപ്പെട്ട വെളിപ്പാടിൽ നിന്നായിരുന്നു. ദാവീദ് പുത്ര യേശുവേ. കാരണം ഈ കാഴ്ചയില്ലാത്ത കുരുടൻ അറിയാം, ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പീഡിതർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ വരേണ്ടവൻ വരുന്നത് ദാവീദിന്റെ ഗോത്രത്തിൽ നിന്നാണെന്ന്. ആ തിരിച്ചറിവിൽ നിന്ന്, ആ വെളിപ്പാടിൽ നിന്നാണ് അവൻ സത്യത്തിൽ അവൻ വിളിക്കേണ്ടത് നസ്രയനായ യേശുവേ എന്നാണ്. കാരണം പറഞ്ഞു കൊടുത്തത് അങ്ങനെയാണ്, നസ്രയനായ യേശു ഈ വഴിയെ പോകുന്നെന്നാ പറഞ്ഞു കൊടുത്തേ. പക്ഷെ അവൻ വിളിച്ചത് അങ്ങനെയല്ല, ദാവീദ് പുത്ര യേശുവേ എന്നാ. കാരണം ദൈവപുത്രൻ വരുന്നത്, മസായ വരുന്നത്, മശിഹ വരുന്നത്, രക്ഷകൻ വരുന്നത്, വീണ്ടെടുപ്പുകാരൻ വരുന്നത് യഹോവേ, യഹോവയാകുന്നവൻ വേഷത്തിൽ മനുഷ്യനായി ഭൂമിയിലേക്ക് വരുന്നത് ദാവീദിന്റെ ഗോത്രത്തിലാണെന്നുള്ള സത്യം പരീശന്മാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചപ്പോൾ, അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചപ്പോൾ, ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. Many people throughout the generations has asked the same question, Lord, who are you? Can you please reveal yourselves to me? Matthew 22:41-42. Jesus is asking this question to the Pharisees. What do you think about Christ? And they, out of their knowledge of the Torah, they said, He is son of David. They knew the Old Testament Hebrew scriptures, and out of that they told he is the son of David. And actually this is a knowledge which they have out of their education. But to Bartimaeus, the blind person, the blind beggar who was on the streets, he did not just heed on to such kind of things which he heard in his ears or what he knew from his childhood, but he had a different sort of revelation. Actually the crowd around said, he asked to the crowd who is passing by, what's this whole commotion is all about? And the crowd said to him, Jesus of Nazareth is passing by. But he did not repeat what he heard in his eyes, but he said, he called, he proclaimed, oh Jesus Christ, son of David, have mercy on me. Why this difference? You can stay with all the things which the crowd says and you can repeat what the crowd says, or you have another option. You can live in revelation, the revelation that sets you free, the revelation which heals your blindness. And he had this revelation from the scriptures. He knew that when the son of David comes, he will set the captives free and he will heal the blind. And that actually welled up from his heart. He understood this is his time. He cannot repeat what the crowd is saying. He should stand in the revelation and ask for a healing. And he called, Jesus Christ, son of David, have mercy on me. And out of that revelation he received the sight which he needed. Today you can repeat what the religion says, you can continue on those blind things of your life, but if you step into the realm of revelation and ask Jesus according to the revelation that has been manifested by the Holy Spirit, you will receive the correct healing in your life. ശൗൽ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ ചോദ്യം യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചിട്ടുണ്ട്. മത്തായി സുവിശേഷം 16-13 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് ഇരിക്കുന്ന സമയത്ത് ബൈബിൾ പറയുന്നു, ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. എന്താണ് ഈ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം സിസറിയ,
സിസറിയ എന്ന് പറയുന്ന ആ പ്രദേശം ഹെരോദാവെന്ന രാജാവിൻ്റെ കൈവശമായിരുന്നു. ആ സ്ഥലത്ത് ഒരുപാട് അന്യാരാധനകൾ നിലകൊള്ളുന്നുണ്ടായിരുന്നു. പാൻ എന്ന് പറയുന്ന ദേവനെ ആരാധിക്കുന്ന കൃഷിക്കാരായിരുന്നു ആ ദേശത്തിൽ ആ കാലഘട്ടത്തിൽ കൂടുതലും ഉണ്ടായിരുന്നത്. അന്യദേവന്മാരെ വിവിധ തലങ്ങളിൽ ആരാധിക്കുന്ന ഒരു സമൂഹം കൂട്ടമായി വാഴുന്ന സ്ഥലമായിരുന്നു സെസറിയ, ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം. പക്ഷേ ആദ്യകാലങ്ങളിൽ അത് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം എന്നല്ല അറിയപ്പെട്ടത്. സെസറിയ ഹെരോദാവിന്റെ കൈക്കലായിരുന്നു. ഹെരോദാവ് പണിഞ്ഞ ഒരു ചെറിയ സിനഗോഗ്, ഒരു പള്ളി അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഹെരോദാവിന്റെ കാലത്തിന് ശേഷം ഹെരോദാവിന്റെ മകനായ ഫിലിപ്പ് ആ ദേശം കൈയടക്കി. ഫിലിപ്പ് ആ ദേശം ടേക്ക് ഓവർ ചെയ്തു. എന്നിട്ട് അപ്പൻ പണിഞ്ഞ പള്ളി കംപ്ലീറ്റ് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് ഫിലിപ്പ് വീണ്ടും ഒരു വലിയ പള്ളി അവിടെ പണിയാനിടയായി. എന്നിട്ട് ഒരു പേരും കൂടി ഇട്ടുകൊടുത്തു, ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശം. ഹല്ലേലൂയ. തൻ്റെ പേരും കൂടെ അതിന് ആഡ് ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ, അങ്ങനെ ഒരു പ്രദേശത്ത് നിൽക്കുമ്പോൾ യേശു ക്രിസ്തു ചോദിക്കുകയാണ്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആരെന്ന് പറയുന്നു? രണ്ട് കാര്യവും കർത്താവിന് അറിയണം. പബ്ലിക് എന്താണ് പറയുന്നതെന്ന് അറിയണം. രണ്ട്, നിങ്ങൾക്ക് എന്താ വ്യക്തിപരമായി പറയാനുള്ളതെന്ന് അറിയണം. ഈ ചില ആൾക്കാര് എന്നെ കുറിച്ച് എന്തു പറയുന്നു, എൻ്റെ ശുശ്രൂഷയെ കുറിച്ച് എന്തു പറയുന്നു, എൻ്റെ മീറ്റിങ്ങിനെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചോദിച്ചിട്ട് പുകഴ്ത്തി പറയുമ്പോൾ ആ പുകഴ്ത്തി പറയുന്ന കാര്യങ്ങൾ കേട്ട് സന്തോഷിക്കുന്ന ഒരാളല്ല കർത്താവെന്ന് ഓർത്തോണം. അതിനു വേണ്ടിയിട്ടല്ല, അത് കേട്ട് സുഖിക്കാൻ സന്തോഷിക്കാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് വളരെ ശക്തമേറിയ ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? ജനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? എന്നെ കുറിച്ച് എന്ത് പറയുന്നു? വിടുതലിന് വന്നവർ എന്ത് പറയുന്നു? വിടുതൽ കിട്ടിയവർ എന്ത് പറയുന്നു? കഴിഞ്ഞ ദിവസം അപ്പവും മീനും തിന്നവർ എന്ത് പറയുന്നു? അത്ഭുതം കാണാനും വിടുതൽ പ്രാപിക്കാനും വന്നവർ എന്ത് പറയുന്നു? കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞു കുടിച്ച അച്ചായൻ എന്ത് പറയുന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ നിന്ന് 5 അപ്പവും 2 മീനും വാങ്ങി 10,000 ഞാൻ ഫ്രഷ് ആയിട്ട് വിളമ്പിയപ്പോൾ ആ ഫുഡിരുന്ന് ശക്തമായി കഴിച്ച സഹോദരി എന്ത് പറയുന്നു? പുരുഷാരം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? ഉടനെ അകത്തുനിന്നൊരു ഉത്തരം. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും, മറ്റു ചിലർ ഏലിയാവെന്നും, വേറെ ചിലർ ഇരമ്യാ പ്രവാചകനെന്നും, മറ്റു ചിലർ പ്രവാചകന്മാരിൽ ഒരുത്തനെന്നും പറയുന്നു. പലരും പലതും പറയുന്നു. പലരും പലതും പറയുന്നു. എല്ലാവരുമല്ല. അത്ഭുതങ്ങൾ പ്രാപിച്ചവർക്ക് യേശുവിനെ വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? അത്ഭുതങ്ങൾ പ്രാപിച്ച പലരും, അപ്പം തിന്നവരും അന്നും ഇന്നും പലരും യേശു ആരെന്ന് യഥാർത്ഥമായി അറിഞ്ഞിട്ടില്ല. ചിലർക്ക് യേശു ക്രിസ്തു കാശിന് ആവശ്യം വരുമ്പം വിളിക്കുന്ന ബാങ്ക് മാനേജറാണ്. ചിലർക്ക് ജോലിയില്ലാതെ വരുമ്പം യേശു ക്രിസ്തു അവർക്ക് മാൻ പവർ കൺസൾട്ടേഷനാണ്. ചിലർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ യേശു ക്രിസ്തു ചിലർക്ക് ബാങ്കറാണ്. ചിലർക്ക് കുടുംബ പ്രശ്നം വരുമ്പോൾ യേശു ക്രിസ്തു കേവലം ഒരു കൗൺസിലറാണ്. ആവശ്യങ്ങളിൽ മാത്രം വിളിക്കുന്ന ഒരു നാമം, ആവശ്യ സമയത്ത് മാത്രം കടന്നു ചെല്ലുന്ന ഒരിടം. Who is he? അവൻ ആരാണ്? നിനക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ടോ? കർത്താവേ, ഈ കേൾക്കുന്നവർക്ക് അത് വെളിപ്പെടുത്തി കൊടുക്കണമേ. ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നിങ്ങൾക്കറിയാമോ, ഒന്നിച്ച് ഒരു കൂരയുടെ കീഴിൽ, ഞാനിത് വെറുതെ പറഞ്ഞല്ലോ, ഒന്നിച്ചൊരു കൂരയുടെ കീഴിൽ ഒന്നിച്ച് പാർത്ത് യേശുവിൻ്റെ കൂടെ ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിച്ച് ഒരു കട്ടിലേക്ക് കടന്നുറങ്ങിയ സഹോദരങ്ങൾക്ക് പോലും അവനെ പിടികിട്ടിയില്ല. വായിച്ചിട്ടുണ്ടോ? മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അവന്റെ 3-ാമത്തെ വാക്യം. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 5-ാം വാക്യം. യോഹന്നാൻ 7-ന്റെ 5 ജിജിപ്പാസ് ഒന്ന് വായിച്ച്. ഒന്നിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച, ഒന്നിച്ച് ഡിന്നർ കഴിച്ച, ഒന്നിച്ച് ലഞ്ച് കഴിച്ച, ഒന്നിച്ചൊരു കൂരയുടെ കീഴിൽ കിടന്നുറങ്ങിയ അവന്റെ സഹോദരന്മാർക്ക് അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവന്റെ സഹോദരന്മാരും ആരായി സഹോദരന്മാർ? യേശുവിന്, നിങ്ങൾ മനസ്സിലാക്കണം, യേശു ദൈവമാണ്. യേശു പകുതി മനുഷ്യനും പകുതി ദൈവവുമല്ല. യേശു ഈ ഭൂമിയിൽ വരുമ്പോൾ അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടായിരുന്നു.
ഒരു കോയിന്, ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ ഉള്ളതുപോലെ ഒരു വശം അവൻ പൂർണ്ണ മനുഷ്യനായി ഭൂമിയിൽ നിന്നു, മറുവശം അവൻ ദൈവമായിരുന്നു. അവൻ മനുഷ്യനായിരുന്നത് കൊണ്ട് അവൻ കരഞ്ഞു. അവൻ ദൈവമായതുകൊണ്ട് കരയുന്ന മാർത്തയുടെയും മറിയയുടെയും സഹോദരനെ ഉയർപ്പിച്ചു. അവൻ മനുഷ്യനായതുകൊണ്ട് അവന് വിശന്നു. അവൻ ദൈവമായതുകൊണ്ട് 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് 10,000-ങ്ങൾക്ക് വിളമ്പി. അവൻ മനുഷ്യനായതുകൊണ്ട് ശിഷ്യന്മാരെ തിരയുടെയും കാറ്റിന്റെയും മുമ്പിൽ ശാസിച്ചു. അവൻ ദൈവമായതുകൊണ്ട് അതേ തിരയുടെ മുകളിലൂടെ അവൻ നടന്നു. Hallelujah. Thank you, precious Jesus. Who you are, Lord. നീ ആരാകുന്നു കർത്താവേ? യേശു കർത്താവിന്റെ സഹോദരന്മാരെന്ന് ഞാൻ വിശേഷിപ്പിച്ചത് മറിയയും ജോസഫും പിന്നത്തേതിൽ വിവാഹിതരായി. കാരണം എൻഗേജ്മെന്റ് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് മേരിയുടെ അടുക്കൽ, മറിയത്തിന്റെ അടുക്കൽ ദൂതൻ പ്രത്യക്ഷപ്പെടുന്നതും പരിശുദ്ധാത്മാവിൽ പുരുഷബന്ധങ്ങളില്ലാതെ മറിയം ഗർഭവതിയാകുന്നതും. എന്നാൽ അതിനുശേഷം അവർ കുടുംബമായി പാർത്തുവെന്നും അവർക്ക് തലമുറകൾ ഉണ്ടായി എന്നും തിരുവചനം വ്യക്തമാക്കുന്നു. മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം ഒന്ന് വായിക്കാം പാസ്റ്റർ, 3-ാമത്തെ വാക്യം. ഇവൻ മറിയയുടെ മകനും യാക്കോബ്, യോസെ, യൂദ, ശീമോൻ എന്നിവരുടെ സഹോദരനുമായ തച്ചനല്ലയോ? അപ്പം ഒറ്റ വീട്ടിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? യാക്കോബ്, യോസെ, യൂദ. ഇതിലെ ഈ യാക്കോബാണ്, യേശുവിന്റെ സഹോദരനായ ഈ യാക്കോബാണ് പിൽക്കാലത്ത് യേശു ദൈവം എന്ന് തിരിച്ചറിഞ്ഞ് വിശ്വസിക്കാതിരുന്ന ഈ പുള്ളി തന്നെയാണ് പിന്നത്തേതിൽ ദൈവം ഒന്ന് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് യാക്കോബിന്റെ ലേഖനം എഴുതിയത്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നു, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചു. പുരുഷാരത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു? ചിലർ ഏലിയാവ്, ചിലർ പറഞ്ഞു യോഹന്നാൻ സ്നാപകൻ, ചിലർ പറഞ്ഞു ജെറമായ. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു. Amen. In Matthew chapter 16 verse 13, again this question was asked by Jesus to his disciple, and this question was asked in the Caesarea of the Philippi, and this place was built by Herod the Tetrarch, and it was a place which was filled with idols, and Pan was a god there, which was an agricultural god which was venerated by all the people there. But Herod's son Philip rebuilt the whole town and named after his own name Philip, and it was renamed as Caesarea of Philippi. And Jesus is asking the question, two set of questions. First question goes to all the people, and the question is like this: who do people say that Son of Man is? And Jesus was anticipating the crowd's response, and the response was varied. The response went like this: some people said it is John the Baptist, and some others said Elijah, and still others Jeremiah, and some people say some other prophet has come into our midst. And the opinions were highly varied, and this same question rings into our ears. You may be a pastor, a believer, a born again person, whatsoever you are. The question is sharp, point blank on your ears, that who is Jesus Christ for you? People have many responses, they have said many things, but what is the real response of yours? What do you understand about Jesus Christ? For some people he is just a banker in their financial struggles. For some people he is just a counselor. For some he is just another person, a person next door, or a doctor, or a job consultant. But the problem is, have you got the real revelation of who Jesus is? And if you say that I know who Jesus is, I bet you are living in a supernatural realm, because a person like Peter, who was close with Jesus, who understood the Jesus, who had the power of the Holy Spirit, his shadow was just enough to emanate the healing power. And a person who has known Jesus means that person is living in a supernatural realm. And why this question is so important is because not even Jesus' own siblings understood who Jesus was. And Jesus
Jesus had many brothers, other brothers. Mark 3 we find he had James, Joseph, Judah and Simon. These brothers he had, but they did not understand who Jesus was. So the question comes to you, who is Jesus personally for you? And in this life you need to find out an answer for that question. പുരുഷാരം പലരും പലതും പറയുമ്പോൾ നിങ്ങളോ ഒരു കൂരയ്ക്ക് കീഴിൽ ഒന്നിച്ചു പാർത്ത എന്റെ സഹോദരങ്ങൾ ഞാൻ ആരെന്ന് മനസ്സിലാക്കാതിരിക്കുമ്പോൾ നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ആ നിമിഷം, ആ സെക്കൻഡിൽ യേശു അവനോട്, എല്ലാരും ഒന്ന് പറഞ്ഞു, യേശു അവനോട്. യേശു എല്ലാരോടുമല്ല, യേശു അവനോട്, ബറയോനായ ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തമല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് തന്നെ നിനക്കിത് വെളിപ്പെടുത്തിയത്. ഇതൊരു വെളിപ്പാടാണ് പത്രോസേ. ഈ വെളിപ്പാടിന്റെ മേളിലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. ഈ വെളിപ്പാടിന്റെ മേളിലാണ് ഞാൻ എന്റെ സഭയെ പണിയുന്നത്. പാതാള ഗോപുരങ്ങൾക്ക് അതിനെ ജയിക്കുവാൻ കഴിയുകയില്ല. ഒരു പാതാള ഗോപുരങ്ങൾക്കും ഒരു പൈശാചിക മണ്ഡലത്തിനും ഒരു തല തകർന്ന ലൂസിഫറിനും ഒരസൂയക്കാരനും ഒരസൂയക്കാരിക്കും ജയിക്കാൻ പറ്റാത്തൊരു മേഖല ഉണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ സഭയാണ്. അത് ദൈവത്തിന്റെ സഭയാണ്. സഭയെ നിനക്ക് തോൽപ്പിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നിനക്ക് തോൽപ്പിക്കുവാൻ കഴിയണം. ക്രിസ്തുവിനെ നിനക്ക് തോൽപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ സഭയെ നിനക്ക് ജയിക്കുവാൻ കഴിയുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും. I will build my church. The gates of hell shall not prevail against it. I will build my church. ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം, സഭയെ പണിയുന്നതാരാ? ക്രിസ്തു. സഭയെ നശിപ്പിക്കുന്ന ആരാ? പാതാള ഗോപുരം. നീ പോകേണ്ടത് പാതാളത്തിലായിരിക്കണോ, നീ നിൽക്കേണ്ടത് സ്വർഗത്തിലായിരിക്കണോ, നീ ഇന്ന് തീരുമാനിക്കണം. നീ പാതാളത്തിൽ നിന്ന് വന്ന ആളാണോ, നീ സ്വർഗീയനാണോ, നിന്ന് തീരുമാനിക്കണം. സഭയെ പണിയുന്നത് സ്വർഗീയ വെളിപ്പാടാ, പൊളിക്കാൻ ശ്രമിക്കുന്നത് പാതാള ഗോപുരമാണ്. നീ പത്രോസ് ആകുന്നു. ഓ, ഐ ആം കമ്മിങ്. ആ ലെവല് ചേഞ്ച് ആകുക കേട്ടോ. നീ പത്രോസ് ആകുന്നു. നീ ഒരു പാറകഷ്ണമാകാം. ഈ പാറമേൽ നീ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു വെളിപ്പാട്. പത്രോസ്ലീഹയാകുന്ന പാറയിലല്ല സഭയെ പണിതിരിക്കുന്നത്. കാരണം യേശു ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിന്മേലാണ്. ക്രിസ്തുവാണ് മൂലക്കല്ല്. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദ ചർച്ച്. ഹല്ലേലൂയ. പക്ഷെ പീറ്ററിനോട് പറയുന്നു, നീ വായിന്ന് ഇപ്പൊ പറഞ്ഞൊരു വെളിപ്പാടില്ലേ, നീ ജീവനുള്ള, എന്താ പത്രോസേ അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് നീ പറഞ്ഞത്? ജീവനുള്ള, എല്ലാരും ഒന്ന് പറയാവോ? ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവം. കേൾക്കാൻ തന്നെ എന്നാ രസ, പറയാൻ തന്നെ എന്നാ ശക്തിയാ. ജീവനുള്ള ദൈവം. അങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ടാ? അങ്ങനെ അല്ലാത്തത് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരെ ആമീൻ പറഞ്ഞു. ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം ചെയ്തേ. ജീവനുള്ള ദൈവത്താൽ വിളിക്കപ്പെട്ടവരെന്ന് നന്ദി പറഞ്ഞേ. അവൻ ജീവനോട് ഇരിക്കുന്നെങ്കിൽ അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. അവൻ ജീവിക്കുന്നത് കൊണ്ട് നീയും ജീവിക്കും. ഇന്ന് പകൽ ജീവിക്കുന്ന ദൈവം നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസങ്ങളെ വരുത്തും. നീ പത്രോസാകുന്നു. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. ഗിവ് മീ വൺ കീ പ്ലീസ്. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം. റിജോയ് സാറിന്റെ കാറിന്റെ താക്കോൽ ഇപ്പൊ എൻ്റെ ഇല്ല.
എനിക്കിനി അത് തുറക്കാം, എനിക്കിനി അത് പൂട്ടാം. അത് സാറിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന കാലഘട്ടത്തോളം എനിക്ക് പൂട്ടാനും പറ്റുകയില്ല, തുറക്കാനും പറ്റുകയില്ല. പക്ഷെ ഈ താക്കോൽ എൻ്റെ കയ്യിൽ വന്നാൽ എനിക്കതിൽ അൺലോക്ക് ചെയ്യാം, എനിക്കത് ലോക്ക് ചെയ്യാം, എനിക്കത് അൺലോക്ക് ചെയ്യാം. കമോൺ, എനിക്കത് അൺലോക്ക് ചെയ്യാം, എനിക്കത് ലോക്ക് ചെയ്യാം. അതാ പത്രോസിന് പറഞ്ഞേ, നീ സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടപ്പെടും, നീ സ്വർഗത്തിൽ അഴിക്കുന്നത് ഭൂമിയിൽ അഴിക്കപ്പെടും. ബിക്കോസ് ഇപ്പോൾ താക്കോൽ നിന്റെ കയ്യിലാണ്. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. നീ സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടപ്പെടും. നീ സ്വർഗത്തിൽ ആ കീ കൈവശമുള്ളവർ, come on church, ആ കീ കൈവശമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ സ്വർഗത്തിൽ കെട്ടുന്നത് ഭൂമിയിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഇതിന്റെ ഓപ്പറേഷൻ കാറിലല്ല. പത്രോസ് ഓപ്പറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഭൂമിയിൽ ഏതെങ്കിലും സ്റ്റോറേജോ ഫ്ലാറ്റോ കമ്പനിയോ ഷോപ്പോ അല്ല, സ്വർഗം. ഒരു കാറിന്റെ കീ നിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് അൺലോക്ക് ചെയ്ത് ആ കാറിൽ കയറാൻ പറ്റുന്ന പോലെ, അതിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന പോലെ, നിനക്കത് എടുത്തോണ്ട് പോകാൻ പറ്റുന്ന പോലെ. പത്രോസിന് കൈമാറിയത് കാറിന്റെയും വണ്ടിയുടെയും വീടിന്റെയും ബംഗ്ലാവിന്റെയും ഫ്ലാറ്റിന്റെയും ഷോറൂമിന്റെയും കീ അല്ല, കീ ഓഫ് ഹെവൻ. Key of heaven. What a mighty God. ആരെങ്കിലും കൊടുക്കുവോ? എന്റെ ചോദ്യം ഇതാണ്, ആരെങ്കിലും കൊടുക്കുവോ? നീ പൈസ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ കൊച്ചുപെട്ടിയുടെ താക്കോൽ ഇതുവരെ ആരും കൊടുത്തിട്ടില്ല, നീ ആർക്കും കാണിച്ചിട്ട് പോലും ഇല്ല. പിള്ളേർ കിടന്ന് തപ്പുക. പക്ഷെ ഇതാ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞവൻ സ്വർഗത്തിന്റെ താക്കോൽ കയ്യിലോട്ട് എടുത്തു കൊടുക്കുക. Key of heaven. Hallelujah. Blessed be the name of the Lord. യേശു ക്രിസ്തു ജീവനുള്ള ദൈവമെന്നും അവൻ ജീവിക്കുന്ന ദൈവമെന്നുമുള്ള വെളിപ്പാടിൽ ജീവിക്കുന്നവരെ, അവനെ ആരാധിക്കുന്നവരെ നിങ്ങളെ നോക്കി സ്വർഗം പറയുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഹല്ലേലൂയ. ഇന്ന് പകലാക്കി എൻ്റെ പക്കലുണ്ട്. I believe that. Because I believe in the Son of God. I am preaching His name. I am lifting up His name. I am working for His kingdom. Hallelujah. ഞാൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുന്നു, ഞാൻ അവൻ്റെ നാമത്തെ ഉയർത്തുന്നു, അവൻ എൻ്റെ ആത്മാവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കീ എൻ്റെ പക്കലുമുണ്ട്. ഇന്ന് പകൽ നീ എന്നെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിന്റെ ചില രോഗങ്ങളെ അഴിക്കാൻ കഴിയും. നിന്റെ ഓർത്തോ, ചിലതിനെ പൂട്ടാനും കഴിയും, ചിലതിനെ പൂട്ടാനും കഴിയും. വാ തുറന്ന് പറഞ്ഞ ലോക്ക് വീണിരിക്കും, പിന്നെ നിനക്ക് ചലിക്കാൻ പറ്റില്ല. യേശുവിന്റെ നാമത്തിൽ അഭിഷിക്തൻ വാ തുറന്ന് ചിലത് പറഞ്ഞാൽ നിനക്ക് ലോക്ക് വീണിരിക്കും. ലോക്ക്. Oh Jesus. Yes Pastor Jesus. ഈ താക്കോല് തന്നത് ഷോക്കേസിൽ വെക്കാനല്ല. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന വെളിപ്പാടിൽ നിൽക്കുന്ന മനുഷ്യന് സ്വർഗത്തിന്റെ താക്കോൽ ദൈവം കൈമാറിയത് ഓപ്പറേറ്റ് ചെയ്യാനാ. താക്കോൽ കൈവശം ഉണ്ടെങ്കിൽ നീ അറിയാതെ പൂട്ടാനും പറ്റും, നീ അറിയാതെ അഴിക്കാനും പറ്റും, നീ പോലും അറിയില്ല. പക്ഷെ നീ അത് അനുഭവിക്കുമ്പോൾ അറിയും എവിടെയോ ലോക്ക് വീണിട്ടുണ്ടെന്ന്. പക്ഷെ അത് അഴിയണമെങ്കിൽ വരേണ്ടടുത്ത് വരണം. സംഭവിച്ചിട്ടുണ്ടോ? സംഭവിച്ചിട്ടുണ്ടോ? പത്രോസ് ഈ താക്കോല് കൊണ്ട് എന്തെങ്കിലും പൂട്ടിയിട്ടുണ്ടോ? താക്കോല് കൊണ്ട് എന്തെങ്കിലും തുറന്നിട്ടുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 2:38 വായിക്കുമ്പോൾ പത്രോസ് മാനസാന്തരപ്പെടാൻ ആഹ്വാനം കൊടുക്കുക. അവരുടെ അവിശ്വാസത്തെ അഴിച്ചു. 3000 പേരുടെ, 3000 അല്ല, അവിശ്വാസത്തിന്റെ കെട്ടിനകത്ത് കിടന്ന, അവിശ്വാസത്തിന്റെ ബന്ധനത്തിൽ കിടന്ന, അവിശ്വാസത്തിന്റെ ലോക്ക് വീണ് കിടന്ന 3000-ലധികം ആൾക്കാരുടെ ലോക്ക് ഒറ്റ പ്രസംഗത്തിൽ പുള്ളി അഴിച്ചു കളഞ്ഞു. അവർ വിശ്വസിച്ചത് കൊണ്ടല്ലേ സ്നാനപ്പെട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:38 വായിക്കുമ്പോൾ പത്രോസ് മാനസാന്തരപ്പെടുവാൻ ആഹ്വാനം കൊടുത്തപ്പോൾ അവർ മാനസാന്തരപ്പെട്ട യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത് അവരുടെ ലോക്ക് പുള്ളി അഴിച്ചല്ലേ.
അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 8 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കൽ ഇരുന്ന പ്രാർത്ഥനാ സമയത്ത് സുന്ദരമെന്ന ദേവാലയ ഗോപുര വാതിക്കൽ ഇരുന്ന അമ്മയുടെ ഉദരം മുതൽ ഗർഭം മുതൽ മുടന്തനായ ചിലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിൽ വന്ന ആ മനുഷ്യന്റെ രോഗത്തിന്റെ ബന്ധനത്തെ, ആ ലോക്കിനെ പത്രോസിന്റെ ഒറ്റ വാക്കിൽ എല്ലാ ലോക്കും അഴിക്കുന്ന നാമം അവന്റെ വായിന്ന് പുറപ്പെട്ടപ്പോൾ, പൊന്നും വെള്ളിയും എനിക്കില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞപ്പോൾ അവന്റെ രോഗത്തിന്റെ, തളർച്ചയുടെ, തളർവാദത്തിന്റെ ലോക്ക് അഴിഞ്ഞില്ലേ? പത്രോസിനോട് എന്താ കർത്താവ് പറഞ്ഞേ? ഞാൻ നിന്റെ കയ്യിലോട്ട് ഒരു കീ തരുവാ, ഒരു കീ തരുവാ. നിനക്ക് ഇതുകൊണ്ട് അഴിക്കാൻ പറ്റും, നിനക്ക് ഇതുകൊണ്ട് ലോക്ക് ചെയ്യാൻ പറ്റും. താങ്ക് യു പ്രഷ്യസ് ജീസസ്, താങ്ക് യു പ്രഷ്യസ് ജീസസ്. അവിശ്വാസത്തിന്റെ ലോക്ക് അഴിച്ചു. 3000 പേരെ സ്നാനപ്പെടുത്തി ഒറ്റ പ്രസംഗത്തിൽ. സുന്ദരമെന്ന ദേവാലയം എന്റെ കാതിൽ ഞാൻ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായവൻ. ആ പദം എന്തോ വീണ്ടും എന്റെ കാതിൽ ഇങ്ങനെ കേൾക്കുന്നു, ഇങ്ങനെ എക്കോ അടിക്കുന്ന പോലെ. അമ്മയുടെ ഉദരം മുതൽ വീണ ലോക്ക്. ജനിക്കുന്നതിന് മുൻപേ വീണ ലോക്ക്. കുഞ്ഞു പ്രായം മുതലേ ചുമന്നുകൊണ്ട് നടന്ന രോഗം. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവായപ്പോൾ തന്നെ നിന്നിൽ വീണ ചില ശാപം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ കടന്നപ്പോൾ തന്നെ നിന്നിൽ വീണ ചില ബന്ധനം. നിന്റെ അമ്മയുടെ ഉദരത്തിൽ നീ കടന്നപ്പോൾ തന്നെ നിന്നിൽ വീണ ചില രോഗബന്ധനങ്ങൾ, ചില ശാപങ്ങൾ, ചില പാരമ്പര്യ കെട്ടുകൾ. സ്വർഗ്ഗത്തിനും ഭൂമിക്കും സകല അധികാരവും നൽകപ്പെട്ട നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ അഴിയപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഗർഭം മുതൽ വീണ ലോക്ക്, ഗർഭം മുതൽ വീണ ലോക്ക് പുള്ളി അഴിച്ചു. യേശുവിന്റെ നാമം. ഏത് ലോക്കും തുറക്കുന്ന കീ ആണ് the name of Jesus. Amen. The name of Jesus. Yes. It's great key. Yes. Hallelujah. Hallelujah. ലോക്ക് വീണ എവിടാ? അതാ പത്രോസിന്റെ കയ്യിലോട്ട് കീ കൊടുത്തിട്ട് പറഞ്ഞ് പൂട്ടാനും തുറക്കാനും നിന്റെ കയ്യിലോട്ട് തരുവാന്ന്. ലോക്ക് ഇട്ടേ ആയിടാ. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം. ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ നിങ്ങളുടെ സ്വോത്രം കംപ്ലീറ്റ് പോവും. പക്ഷേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 5-ാം അധ്യായം 1 മുതൽ 10 വരെ പത്രോസിന്റെ സഭയിൽ വ്യാജം കാണിച്ച കുടുംബം, അനന്യാസും സഫീറയും, മുടന്തനെ നടത്തിയവൻ, രോഗത്തിന്റെ ലോക്ക് അഴിച്ചവൻ, അവിശ്വാസത്തിന്റെ ലോക്ക് അഴിച്ചവൻ, പുള്ളിയുടെ മുമ്പിൽ വേല കാണിക്കാൻ വന്നു. ഒരു കുടുംബത്തെ അങ്ങ് പൂട്ടി പെട്ടിയിലായി കൊണ്ടുപോയി. വായിച്ചോ, പുസ്തകം തുറന്ന് വായിച്ചോ, അങ്ങനെ സംഭവിച്ചോന്ന് വായിച്ചു. എന്നാൽ അനനിയാസ് എന്ന പേരിൽ ഒരു പുരുഷൻ തന്റെ ഭാര്യ സഫീറോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ്, അനനിയാസെ, പരിശുദ്ധാത്മാവിനോട് യാചം കാണിപ്പാനോ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനോ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞോ? ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ യാചം കാണിച്ചത്. കളിക്കുന്നത് മനുഷ്യനോടല്ല, ദൈവത്തോട്. നീ കളിക്കുന്നത് ദൈവത്തോടാണ്. ആമേൻ. അപ്പോസ്തലപ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴേ ജിജി പാസ്റ്ററെ, ദൈവദാസന്മാരെ, അതിന്റെ 1 മുതൽ 48 വരെ ഇത് ഏതോ ശുശ്രൂഷകർക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം. ദൈവവേല ചെയ്യുന്നവർക്ക് വേണ്ടി. അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു കുടുംബം, അധികാരസ്ഥനായ ഒരു കുടുംബം, ജാതീയമായ പശ്ചാത്തലത്തിലുള്ള മനുഷ്യൻ, കൊർന്നലിയോസ്. ആ മനുഷ്യന്റെ വീട്ടിലെ സകല ആൾക്കാരുടെയും പാരമ്പര്യത്തിന്റെ, അവിശ്വാസത്തിന്റെ ലോക്ക് അഴിക്കുകയാണ് പത്രോസ്. 48-ാം വാക്യം നോക്കി, അപ്പോസ്തലപ്രവൃത്തി 10-ന്റെ 48-ാം വാക്യം. പത്രോസ് അവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ കൽപ്പിച്ചു. അവൻ ചില ദിവസം അവിടെ താമസിക്കണമെന്ന് അവർ അപേക്ഷിച്ചു. 1-ാം വാക്യത്തിൽ എന്താ പറയുന്നത്? കൈസരിയയിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ശതാധിപൻ ഉണ്ടായിരുന്നു. കൊർന്നല്യോസിന്റെയും കുടുംബത്തിന്റെയും പാരമ്പര്യത്തിന്റെ, ജാതീയ മണ്ഡലത്തിന്റെ ലോക്ക് അഴിച്ചു. എവിടെ പീറ്ററിന് എൻട്രി കിട്ടിയെന്നറിയാവോ?
ഭയങ്കര അതോറിറ്റിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യന്റെ വീട്ടിലാണ്. യേശുവിന്റെ നാമത്തിൽ അധികാര മേഖലകളിൽ നിങ്ങൾക്ക് ചില വാതിലുകൾ ദൈവം തുറക്കും. അത് തുറക്കാനുള്ള കീ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടുള്ള പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പം പുള്ളിയുടെ അകത്ത് ആത്മാവിലാ കീ കിടക്കുന്നേ. ആ ആത്മാവിൽ ഈ കീ കിടക്കുന്ന കാലത്തോളം ഒരുത്തനും വെളിയിൽ നിന്ന് പൂട്ടാൻ പറ്റുകയില്ല. അതുകൊണ്ട് രാത്രി വന്ന് ദൂതൻ 3 ഗേറ്റും തുറന്നു കൊടുത്തു. ഈ കീ യേശുക്രിസ്തു ജീവനുള്ള ദൈവപുത്രൻ എന്ന വെളിപ്പാടിന്റെ താക്കോൽ കൈവശമുള്ളവനെ പൂട്ടാന് ഈ ലോകത്തിൽ ആർക്കും പറ്റുകയില്ല. You're wasting your time. You're wasting your time. Jesus. പാസ്റ്ററെ, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പത്രോസ് എല്ലായിടവും സഞ്ചരിക്കയിൽ ലുദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്നൊരു പേരുള്ളൊരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, ഐനിയാസേ, യേശു ക്രിസ്തു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. കിടന്നവനെ, പാരലൈസ്ഡ് ആയി കിടന്നവന്റെ ബന്ധനത്തെ അഴിച്ചു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 36 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മരിച്ചുപോയ ഒരു പെൺകൊച്ച് തബീത എന്ന പുള്ളി ലോക്ക് ചെയ്ത ഒരു കുടുംബം പോയി, പുള്ളി അൺലോക്ക് ചെയ്ത ഒരു കുടുംബം എഴുന്നേറ്റ് വന്നു. തബീത എന്ന് പറയുന്ന മരിച്ചുപോയ ഒരു കുഞ്ഞ്, അവൾ മരണപ്പെട്ട് കിടക്കുമ്പോൾ പത്രോസ് അവിടെ ചെന്ന് കൈക്ക് പിടിച്ച് അവളെ എഴുന്നേൽപ്പിച്ചു. താങ്ക് യു ജീസസ്. ഞാനിത് കാണുന്നത് ആരിലാന്നറിയാമോ? എല്ലാം ഈ കാണുന്നത് മുഴുവൻ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞ പീറ്ററിലാണ്. വേദപുസ്തകത്തിലെ 1-ാമത്തെ പ്രസംഗം നടത്തിയത് പത്രോസാണ്. വേദപുസ്തകത്തിലെ 1-ാമത്തെ സ്നാന ശുശ്രൂഷ നടത്തിയത് പത്രോസാണ്. പുതിയ നിയമസഭയിൽ ആദ്യം ഒരു രോഗി സൗഖ്യം പ്രാപിക്കുന്നത് പത്രോസിന്റെ ശുശ്രൂഷയിലാണ്. പുതിയ നിയമസഭയിൽ സൂപ്പർ നാച്ചുറൽ മിറക്കിൾ ശക്തമായി നടത്തിയ, നിഴൽ പോലും ഇട്ട് രോഗികളെ സൗഖ്യമാക്കിയത് പത്രോസിലൂടെയാണ്. എല്ലാം ഇനാഗുറേറ്റ് ചെയ്തത് പീറ്ററാണ്. എവറിത്തിങ്. Matthew 16:15, Jesus Christ at the Caesarea of the Philippi asked these questions right to the disciples, but who do you yourselves say that I am? And Peter said, you are Jesus Christ, the Son of the living God. And it should be repeated, the Son of the living God has much implications, because in a place where the idols are many, where the situations are really dead, Peter stands and affirms the fact that Jesus Christ is a living God, and he is still living. He can still activate in your life because he is still living. You are Christ, the Son of living God. And next what happens is there, Jesus Christ is responding to Peter, to the person whom this revelation was given to him. Jesus Christ starts revealing more and more. Blessed are you, Simon Bar-Jonah, because the flesh and blood did not reveal this to you, but my Father. And I also say to you that you are Peter, and upon this rock I'll build my church, and the gates of the Hades will not overpower it. If there is any revelation, if there is any name on which Jesus Christ builds, it is the church, and church cannot be stopped by all the gates of the hell which are prevalent, but it can only be moved forward by Jesus Christ, because Jesus Christ is the one who builds the church. And if any person tries to stop the church, you have to stop Jesus Christ first. And since Jesus Christ cannot be stopped, you can never ever stop the proceedings of the church. And it is said, I will build my church, and the gates of the Hades will not overpower. I will give you the keys of the kingdom of heaven. And as the dear pastor illustrated with the key,
if you have the key in your hand, you can lock and unlock. You can lock and unlock. You can lock a car, you can open a car. You can lock the door and you can open the door. But this is not something which is happening. The key which is given unto your hands by Jesus Christ is not something which is operating on a natural realm, but you have got the keys of heaven. And if you have received the keys of heaven, you can lock and you can unlock. If you lock something here, it will be locked up there in heaven. Absolutely If you right. unlock something here, it will be unlocked in heaven. Definitely. If you pray and unlock something, that will be locked forever, no matter who the person is and what the situation is. And if you unlock something, that thing will be permanently unlocked. Be it your situation, be it your sickness, be it your ministry, anything, any difficult situation Yeah. you are in, the Lord can unlock and lock through your mouth. And this kind of a key was given to Peter, and Peter began to operate in that realm. The first preaching which he Yes. preached, he began to unlock that. That means he began to use that key. He just preached the first message on the day of Pentecost, and 3,000 people's heart were just unlocked, and In there's no Jesus' more name. unbelief, and the people repented and came to faith, and the church was inaugurated in one sermon. And as you go forward in chapter 3 verse 1 to 8, Peter just unlocked the realm of healing, and a person who was crippled right from the womb of the mother, he just was healed, and he leaped and he jumped and he was praising God. How? Because Peter was able to use that key which the Lord has given. And as the revelation which was given to pastor here, and something the Lord is unlocking today which was locked right from the womb of your mother, the Lord is unlocking it. The Lord is unlocking it. Maybe that is a sickness, maybe that is a curse, maybe that is a kind of thing which is holding you back. The Lord is unleashing that, and you are being unlocked. And I believe in that proclamation, and I hope you believe in that proclamation. You are healed, you no more cursed, you are blessed by the Lord. And that any kind of lock which is there in your life, it can be opened. The all one for all key, that is Jesus Christ. And in Acts 5, Amen. there was another locked situation. Peter unlocked the hearts of people, 3,000 on the day of Pentecost. Peter unlocked that sickness that was on that lame and crippled man's life. And here in Acts 5, Peter locks something, and this kind of a great ministry is happening. A person whose shadow is just emanating healing is happening in such a situation. There are there's a couple, two people, they are lying to the Holy Spirit. They are lying to the Holy Spirit. And what happened there? Peter just locked. And what did he lock? Peter locked their very life. They breathed their last breath, and that was the kind of lock that happened. Do not lie to the Holy Spirit. Do not take things for granted. Do not take the presence of the Lord for granted. Do not take ministries for granted. The Lord will lock you, and no one can ever unleash. Again, Peter moves with the key throughout the Acts of the Apostles. Acts chapter 10, 1 to 48. Cornelius was opened. The whole family of Cornelius was opened. The heart was opened. That was something which happened in an authoritative realm. He was preaching the gospel message, and a person from higher authority was unlocked. And as the pastor prophesied to some of the ministers, the Lord is giving you some kind of a key that can operate in an authoritative realm, and the people from authority will come to you and ask you, and you will be sharing the gospel, and you will be baptizing them. That is unleashed today. Again, as you move forward, Acts chapter 12, Peter, the great unleasher, is in prison. And as the pastor said, if you have the keys of the heaven, no prison can ever lock you. And the angel of the Lord just appeared. The light flashed, and what happened was 3 doors, one after the other, were opened, and Peter was unleashed. If you have the gates of the
keys of the heaven in your hand. No one can ever trap you. No one Yes. can ever put you in prison. Jesus' No name. one can ever lock you. In the name of Jesus, you are unleashed. Jesus. Acts chapter 9, verse 36. Tabitha was unlocked back to life. What a beautiful comparison Pastor made. Peter was able to lock Sapphira and Ananias. Yeah. And in Acts chapter 9, verse 36, Tabitha was unlocked back to life. A pastor, a servant of God can block a person's life. A servant of Lord can unleash a person back to life. So it's better to submit under authority, because there is a great blessing that comes out from a man of God, and that will be good for you and for your family. May the Lord unlock you back to life. May the Lord unlock your family back to life. May the Lord unlock your children back to life. You are blessed by the Lord. Amen. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വെളിപ്പാടിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഒന്നും നിങ്ങൾ ലോക്ക് ചെയ്യാൻ പോകരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. കർത്താവ് ശത്രുക്കളെയും സ്നേഹിക്കാനാണ് പഠിപ്പിച്ചത്. സഭയുടെ കാര്യം ദൈവം നോക്കും, നമ്മുടെ കാര്യം ദൈവം നോക്കും. ദൈവം ഈസ് എ സുപ്രീം ജഡ്ജ്. ഈസ് എ സുപ്രീം ജഡ്ജ്. അവന്റെ മുമ്പിലെല്ലാം തുറന്ന പുസ്തകമാണ്. അവന്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവൻ നമ്മെ സ്നേഹിക്കുന്നു. അവന്റെ നാമത്തെ നാം ഭയപ്പെടുക. അവന്റെ നാമത്തെ നാം ഭയപ്പെടുക. ലിസൺ, പത്രോസ് പറയുന്നത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ, യേശു ക്രിസ്തു ഏകജാതനായ പുത്രൻ. ഇതൊരു വെളിപ്പാടാണ്. എല്ലാവരും ഒന്ന് പറഞ്ഞു, ഞാൻ ജീവിക്കേണ്ടത് അറിവിലല്ല, വെളിപ്പാടിലാണ്. ഒരിക്കൽ അമേരിക്കയിൽ ഒരു ചർച്ചില് ഒരു ചെറുപ്പക്കാരനായ ഒരു ദൈവദാസൻ, സാംസ് 23 23 സങ്കീർത്തനം ഭയങ്കരമായി ഒരു 45 minutes 1 hour പുള്ളി പ്രസംഗിച്ചു. 3/4 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ പുള്ളി ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പ്രസംഗിച്ചു. പക്ഷെ ആ സമയത്ത് ഒരു ചലനവും അവിടെ ഉണ്ടായില്ല. ഒരു ചലനവും ഉണ്ടായില്ല. പകുതി ആൾക്കാർ ഉറങ്ങുമായിരുന്നു, പകുതി ആൾക്കാർ എഴുതിയെടുക്കാനേ ഉള്ളായിരുന്നു. ഇഷ്ടം പോലെ എഴുതിയെടുക്കായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ പ്രായമുള്ള വർഷങ്ങളായി ദൈവത്തെ സേവിക്കുന്നു ഒരു കർത്തൃദാസൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒടുവിൽ ഈ ദൈവദാസൻ ഒന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറയാൻ പറഞ്ഞു. എന്നാൽ ആ ദൈവദാസൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി വന്നിട്ട് മൈക്രോഫോൺ എടുത്തിട്ട് നേരത്തെ 1 മണിക്കൂർ പ്രസംഗിച്ച ദൈവപുരുഷൻ, ആ മനുഷ്യൻ പറഞ്ഞ അതേ വേർഡ് ഇദ്ദേഹം എടുത്തിട്ട് പറഞ്ഞു, നല്ല ഇടയനാകുന്ന ദൈവമേ, ദ ലോർഡ് ഈസ് മൈ ഷെപ്പേർഡ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, യു ആർ മൈ ഷെപ്പേർഡ് എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് കണ്ണു തുറക്കുമ്പോൾ കണ്ട കാഴ്ച, ആൾക്കാരെല്ലാം എഴുന്നേറ്റ് നിന്ന് കരയുകയാണ്. എഴുന്നേറ്റ് നിന്ന് കരയുകയാണ്, കൈകൾ ഉയർത്തി കരയുകയാണ്. ഈ മനുഷ്യൻ മൈക്രോഫോൺ കൊടുത്ത് ആശീർവാദം പറഞ്ഞ് ഇറങ്ങി മീറ്റിംഗ് കഴിയുമ്പോൾ അതിൽ വർഷങ്ങളായി നിൽക്കുന്ന അതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റർ, ആ ചർച്ചിലെ അഡ്മിനിസ്ട്രേറ്റർ ഇദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, പാസ്റ്റർ, ആ മനുഷ്യൻ 1 മണിക്കൂറോളം സാംസ് 23 സങ്കീർത്തനം 23 ശക്തമായി പ്രസംഗിച്ചിട്ട് ഒരു ചലനവും ഒരനക്കവും ഇല്ലായിരുന്നു. ആൾക്കാരെല്ലാം എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ കയറി 1 മിനിറ്റ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആൾക്കാർ പൊട്ടിക്കരഞ്ഞു. ആ പറഞ്ഞ ഒരു വാക്ക് പോലും ചങ്കത്ത് ഇടിച്ചു കയറുന്ന പോലെ തോന്നി. എന്താ അതിന്റെ കാരണം? ഈ ദൈവദാസൻ പറഞ്ഞു, ഹി നോ സാംസ് 23, I know the shepherd. Amen. Amen. Yes. Yes. He knows Psalms 23, but I know the shepherd. അവന് സങ്കീർത്തനം 23 കാണാതെ അറിയാം, പക്ഷെ എനിക്ക് സങ്കീർത്തനം 23 ഇടയനെ അറിയാം. That is a difference. That is a difference. ആ വെളിപ്പാടിൽ ജീവിക്കുക. യേശു ക്രിസ്തു ജീവനുള്ള ദൈവം. അതാണ് യോഹന്നാൻ 1:14 പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അതാണ് യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം സ്നേഹിച്ചു. ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ചേ.
തന്നെ താനെന്ന് പറഞ്ഞ് യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും യേശുവിൽ വിശ്വസിക്കുന്ന ഞാനും എന്റെ കുടുംബവും ഒരിക്കലും നശിച്ചു പോകത്തില്ല, ഒരിക്കലും നശിച്ചു പോകുകയില്ല. കാരണം എന്നിൽ വന്നിരിക്കുന്നത് അത്ഭുത മന്ത്രി, വീരനായ ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ എന്ന് പത്രോസ് മാത്രമല്ല വെളിപ്പെടുത്തുന്നത്, യോർദാന്റെ നദിയിൽ പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നു. നോട്ട് ചെയ്യുന്നവർക്ക് നോട്ട് ചെയ്യാം. മത്തായി 3:17, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒന്ന്, പിതാവായ ദൈവത്തിന്റെ വെളിപ്പെടുത്തൽ. 2, ദൂതന്മാർ വെളിപ്പെടുത്തുന്നു യേശു ദൈവപുത്രൻ എന്ന്. ലൂക്കോസ് 1:35 വാക്യം. മറിയത്തോട് ദൂതൻ പറയുന്നു, ഇവൻ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. യേശുക്രിസ്തു തന്നെ താൻ വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ 10:36 താൻ ആരെന്ന് ഒരു നിമിഷത്തേക്ക് താൻ തന്നെ വെളിപ്പെടുത്തുന്ന പശ്ചാത്തലം. ആമേൻ. ഞാൻ ദൈവത്തിന്റെ പുത്രനെന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നു എന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച തന്റെ പുത്രനോട് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവദൂഷണം പറയുന്നുവോ? I am the son of God. മതപുരോഹിതൻ ചോദിച്ചു, Who you are? നീ ആരാണ്? നീ മസായയാണോ? യേശു പറഞ്ഞു, Yes, I am. Yes, I am. നീ മശിഹായാണോ? Yes, I am. ഓരേബിന്റെ പർവ്വതമുകളിൽ മോശ കേട്ട ശബ്ദം മഹാപുരോഹിതന്റെ കാതിൽ തുളച്ചു കയറുകയാണ്. I am that I am. I am. ഞാനാകുന്നവൻ ഞാനാകുന്നു. ഇത് കേട്ടതും മഹാപുരോഹിതൻ തന്റെ വസ്ത്രം കീറി എന്ന് പറഞ്ഞാൽ എന്നറിയോ? രാജിവെച്ചിരിക്കുന്നു. എന്റെ സ്ഥാനം ഞാൻ രാജിവെച്ചിരിക്കുന്നു, എന്റെ ഉദ്യോഗം ഞാൻ രാജിവെച്ചിരിക്കുന്നു. കാരണം ഇനി ഒരു പുരോഹിതന്റെ ആവശ്യം ആലയത്തിൽ ഇല്ലയോ? പാപങ്ങൾക്ക് വേണ്ടി, മനുഷ്യന്റെ സകല പാപങ്ങൾക്കും രക്ഷയ്ക്കും വീണ്ടെടുപ്പിനുമായി ഇതാ ശ്രേഷ്ഠ മഹാപുരോഹിതനായി ക്രിസ്തു വന്ന് ആലയത്തിൽ നിന്ന് പറയുന്നു, I am. അതെ, പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നു, He is the son of God. He is my son. ഏഞ്ചൽസ് വെളിപ്പെടുത്തുന്നു, He is the son of God. യേശു തന്നെ പറയുന്നു, I am the son of God. നിങ്ങൾക്ക് കേൾക്കേണ്ടത് മറ്റൊരു തലമല്ലേ? അശുദ്ധാത്മാക്കൾ, പൈശാചിക മണ്ഡലം, സാത്താന്യ മണ്ഡലം വിളിച്ചു പറയുന്നു. 6000 ഭൂതം വസിക്കുന്ന ലെഗ്യോൻ ബാധിച്ച ഭൂതഗ്രസ്തൻ അശുദ്ധാത്മാക്കൾ കോറസായി ഒരേ സ്വരത്തിൽ 6000 പേർ ഒന്നിച്ചിരുന്ന് പറയുന്നു, ജീവനുള്ള ദൈവപുത്ര, ഞങ്ങളെ ദണ്ഡിപ്പിക്കരുത്. You are the son of God. അശുദ്ധാത്മ മണ്ഡലം വിളിച്ചു പറയുന്നു, അവൻ ദൈവപുത്രൻ. പൗലോസ് ചോദിക്കുന്നു, Who you are? Who is he? He's the son of God. Jesus. അതുകൊണ്ടാണ് യോഹന്നാൻ 1:18 എഴുതിയിരിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തുന്നു. Please stand everyone, close your eyes. ഞാൻ ഈ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യും. ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ amazing. Who you are, Lord. Who is Jesus?